ഹരേ കൃഷ്ണ. ശ്രീരാമൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് രാംനവമി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9-ാം ദിവസമാണ് ഈ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ രാംനവമി ഏപ്രിൽ 6-ാം തീയതി ഞായറാഴ്ച ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങൾ, നിങ്ങൾ വ്രതം എടുത്താലും എടുത്തില്ലെങ്കിലും ഈ നാമങ്ങൾ നിങ്ങൾ തീർച്ചയായും അന്നത്തെ ദിവസം ചൊല്ലുക. ഓക്കെ. അപ്പോൾ രാംനവമി സമയം ആരംഭിക്കുന്നത് ഏപ്രിൽ 5-ാം തീയതി വൈകിട്ട് 7:26 മുതലാണ്. അതുപോലെ തന്നെ തിഥി അവസാനിക്കുന്നത് ഏപ്രിൽ 6-ാം തീയതി വൈകിട്ട് 7:22 നവമി തീയതി അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ ദിവസം പൂജ ചെയ്യുന്നതിനുള്ള മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ 11:08 മുതൽ 1:39 വരെയാണ്. ഈ സമയം നിങ്ങൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒഴിവാക്കാതെ നിങ്ങൾ നോയമ്പ് എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ പൂജ ചെയ്യുക. ഭഗവാന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂർത്തി എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ആർത്തി ചെയ്യുക, ഭഗവാനെ നിവേദ്യം അർപ്പിക്കുക. ഫാസ്റ്റിംഗ് എടുക്കുന്നവരാണെങ്കിൽ രാവിലെ മുതൽ ഫാസ്റ്റിംഗ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വൈകിട്ട് 7:30 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാരണ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ രാംനവമി ദിവസം രാമകഥാ പാരായണങ്ങൾ, ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ഘോഷയാത്ര എന്നിവ നടത്തുക, ക്ഷേത്രങ്ങളിലും വീടുകളിലും പ്രാർത്ഥനകൾ നടത്തുക എന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യാനായിട്ട് നോക്കണം. അന്നത്തെ ദിവസം ശ്രീരാമനെ കൂടാതെ സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻജി എന്നീ ദേവതകളെയും ഈ ദിവസം നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന വിധത്തിൽ നിങ്ങൾ ഉപവാസം എടുത്ത് രാമഭജനം അന്നത്തെ ദിവസം ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ ഉപവാസം എടുത്താലും എടുത്തില്ലെങ്കിലും ചില മന്ത്രങ്ങൾ, 7 മന്ത്രങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പോൾ എല്ലാവരും അത് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ മന്ത്രം രാമനാമം തന്നെയാണ്. മഹാമന്ത്രമാണ് ഇത്. ഭഗവാൻ രാമൻ്റെ നാമം. മുക്തിക്കും മോക്ഷത്തിനും വേണ്ടി ഈ രാമ എന്ന ഈ നാമം നിങ്ങൾ 108 പ്രാവശ്യമെങ്കിലും അന്നത്തെ ദിവസം രാവിലെയും വൈകിട്ടും എപ്പോഴാണേലും നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ നാമം രാമൻ എന്ന് തന്നെയാണ്. ഈ രാമനാമത്തിൽ മുഴുവൻ സൃഷ്ടി തന്നെ ഉൾക്കൊള്ളുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ നാമം ഒരു ഔഷധം തന്നെയാണ്. ശരീരത്തിനും മനസ്സിനും കുളിർമ നൽകുന്ന അത്ഭുതമായ മന്ത്രം. അതുകൊണ്ട് എല്ലാവരും അന്നത്തെ ദിവസം രാമമന്ത്രം ജപിക്കുക. അടുത്ത മന്ത്രം ഓം രാമായ നമഃ. വിപത്തിൽ നിന്നും വിപത്തുകളെല്ലാം മാറിക്കിട്ടുവാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിനും വിപത്തുകൾ മാറുന്നതിനും വേണ്ടി ഓം രാമായ നമഃ എന്ന മന്ത്രം ജപിക്കുക. അടുത്തത് ശ്രീരാം ജയറാം ജയ രാം. ഇത് ദുഃഖത്തിനെ എല്ലാം മാറിക്കടക്കുവാനായിട്ട് സഹായിക്കുന്നു. അടുത്തത് കളഹങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാം അകറ്റുന്നതിന് വേണ്ടി ഓം രാമചന്ദ്രായ നമഃ എന്ന മന്ത്രം ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി ഓം രാമഭദ്രായ നമഃ എന്ന മന്ത്രം ജപിക്കുക. നിങ്ങളുടെ മനോകാമന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഓം ജാനകി വല്ലഭായ സ്വാഹ എന്ന നാമം ജപിക്കുക. കൂടാതെ ഓം നമോ ഭഗവതി രാമചന്ദ്രായ എന്ന നാമവും നിങ്ങൾ ജപിക്കുക. അന്നത്തെ ദിവസം ഈ മന്ത്രങ്ങൾ എല്ലാ മന്ത്രങ്ങളും 108 പ്രാവശ്യം നിങ്ങൾ ജപിച്ചു നോക്കും. അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും രാംനവമി ആഘോഷിക്കുക. അന്നത്തെ ദിവസം പ്ലീസ് ആരും നോൺ വെജ് ഒന്നും കഴിക്കരുത്. അപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാതെ പകൽ മുഴുവൻ ഉപവസിച്ച് ഭഗവാന്റെ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് നല്ലതായിട്ട് ഇരിക്കുക. ഓക്കെ. അന്നത്തെ ദിവസം TV നോക്കാനും ഒന്നും പോകരുത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ രാമൻ്റെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാനും മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹരേ കൃഷ്ണ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട.